സമചതുര സ്തൂപികയുടെ വിവിധ അളവുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൈതഗോറിയൻ സമവാക്യങ്ങളെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സമവാക്യങ്ങളുടെ സഹായത്തോടെ പാർശ്വതല പരപ്പളവ്, ഉപരിതല പരപ്പളവ് എന്നിവ കണക്കാക്കുന്നതിനുള്ള മാർഗങ്ങൾ നാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം നോക്കാം. പാദവക്ക് 10 സെന്റിമീറ്ററും ചരിവുയരം 15 സെന്റിമീറ്ററുമായ സമചതുര സ്തൂപികയുടെ വ്യാപ്തം എത്രയായിരിക്കും? ഇവിടെ സമചതുര സ്തൂപികയുടെ 2 അളവുകളാണ് തന്നിരിക്കുന്നത്. ഏതെല്ലാം അളവുകളാണവ? പാദവക്ക് 10 സെന്റിമീറ്റർ, ചരിവുയരം 15 സെന്റിമീറ്റർ. ഇവിടെ സമചതുര സ്തൂപികയുടെ ചരിവുയരവും പാദവക്കിന്റെ പകുതിയും ഉയരവും ചേർന്ന് ഒരു മട്ടത്രികോണം ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ മട്ടത്രികോണത്തിന്റെ കർണം 15 സെന്റിമീറ്ററും ഒരു ലംബവശം 5 സെന്റിമീറ്ററുമാണ്. എങ്കിൽ ത്രികോണത്തിന്റെ രണ്ടാമത്തെ ലംബവശം എത്രയായിരിക്കും? അതായത് സ്തൂപികയുടെ ഉയരം h സമം √15² മൈനസ് 5² സമം √225 മൈനസ് 25 സമം √200 സമം 10√2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ സ്തൂപികയുടെ ഉയരവും പാദവക്കും കിട്ടി. എങ്കിൽ വ്യാപ്തം എന്തായിരിക്കും? വ്യാപ്തം സമം 1/3 ഗുണം 10 ഗുണം 10 ഗുണം 10√2 സമം 1000√2/3 ഘന സെന്റിമീറ്റർ.